ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിൻ്റെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയിൽ രസകരമാകുന്നൊരു തുടക്കത്തോടു കൂടിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. കാരണം പവിത്രയ്ക്ക് വേറൊരു മംഗല്യയോഗം അല്ലെങ്കിൽ വിവാഹയോഗം ഉണ്ട് എന്ന് സജീവൻ എന്ന വ്യക്തി പറഞ്ഞത് മോഹിനിയെ ഒരുപാട് വേദനിപ്പിക്കുക. കാരണം തൻ്റെ മോൻ അരുണിനെ ഉപേക്ഷിച്ച് പവിത്ര വേറൊരു വിവാഹം കഴിക്കുമെന്നോ അത് വിശ്വസിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. പക്ഷേങ്കിൽ ഇത് സജീവൻ ആരാണെന്നോ എന്തിനാണ് ഇത് പറഞ്ഞതെന്നൊന്നും ആലോചിക്കുന്നില്ല കേട്ടോ. എന്തായാലും സജീവനെ തള്ളിക്കൊണ്ട് ഗൗതമിൻ്റെ അച്ഛൻ അങ്ങ് പോയി. ഇത് കേട്ട് നിന്ന മോഹനിക്ക് ദേഷ്യം വന്നിട്ട് പവിത്രയുടെ കയ്യിൽ വലിച്ചോണ്ട് ഒറ്റപ്പോക്ക് അകത്തേക്ക് കേട്ടോ. പോയി കഴിയുമ്പോഴത്തേക്ക് എന്താമ്മ ഇത് കാണിക്കുന്നത് എന്ന് ചോദിച്ച് പവിത്ര പെട്ടെന്ന് കൈ പിടിക്കുമ്പോൾ നല്ലപോലെ മോഹന് നല്ല മുറുക്കെയാണ് പവിത്രയുടെ കയ്യിൽ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേദന, എന്ത് വേദനയാകുമ്പോൾ എന്താണ് ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ എന്താണ് ഈ കേട്ടതെന്ന് ചോദിക്കുക. അപ്പോൾ പവിത്ര പറഞ്ഞു എനിക്കറിയത്തില്ല അമ്മ, എന്താ അപ്പം ചോദിക്കുന്നത് അയാൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു മോഹിനി കേട്ടോ. എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാ. നീ ചുമ്മാ വിളച്ചിലെടുക്കില്ല കേട്ടോ പവിത്ര എന്ന് പറയാ. അന്നേരം എനിക്കറിയത്തില്ല അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പവിത്ര കരഞ്ഞുകൊണ്ട് ചോദിക്കുക. മോഹിനിയോട് പറയുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നീ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇപ്പം തന്നെ ഇറങ്ങിക്കോണം എന്നൊരു ഭീഷണി മുഴക്കുകയാണ്. ഒന്നും കേൾക്കാതെ ഒന്നും അറിയാതെ തന്നെ മോഹിനിക്ക് വേദന സഹിക്കുവാൻ കഴിയാതെ പേടിച്ച് പവിത്രനെ അവിടെ നിന്ന് ഇറക്കി വിടുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പെട്ടെന്ന് ഈ സമയത്ത് ലക്ഷ്മി ലക്ഷ്മി എന്താ മോഹിനി നീ പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നീ അതങ്ങ് വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് പവിത്രയുടെ ആ സങ്കടം കൂടി പെട്ടെന്ന് പൊട്ടിക്കരയുക പവിത്ര. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറ, അയാളൊരു വട്ടനാണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണല്ലോ അയാൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് മോഹിനി അങ്ങ് പെട്ടെന്ന് ലക്ഷ്മി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ആ ഫീലിങ്സ് അങ്ങ് മാറിയിട്ടോ. പെട്ടെന്ന് പവിത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ ചങ്കിലേക്ക് ചാരും കേട്ടോ, അദ്ദേഹത്തേക്ക് ചാരി നിൽക്കുക. സാരമില്ല പവിത്ര, ആരിനെ എന്തെങ്കിലും പറഞ്ഞെന്നോർത്തിപ്പം നമ്മളതിനെ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി മോഹിനിയെ ഉപദേശിക്കുന്നുണ്ട്, ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ചുമ്മാ ആരെല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നോർത്ത് നീ പ്രശ്നം വഷളാക്കല്ലേ കേട്ടോ എന്നൊക്കെ പറയുക. അപ്പോൾ പവിത്ര കരയുന്നതൊക്കെ കണ്ടപ്പം മോഹിനിക്കൊരു ചെറിയ സഹതാപോ ഒരു സങ്കടമൊക്കെ തോന്നി. എങ്കിലും തൻ്റെ മോനെ ഉപേക്ഷിച്ച് പവിത്ര പോകുമോ എന്നൊരു ഭയം മോഹിനിയുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമൊക്കെയാണ് കാണുന്നതോ. അതിനുശേഷം കാണുന്നത് നമ്മുടെ ചിറ്റ, അതായത് ഇപ്പം പിങ്കിയുടെ ചിറ്റ ഇങ്ങനെ ചെവി ഒരു പപ്പായൊക്കെ പറിച്ചുകൊണ്ട് ഒരു കപ്പളങ്ങയൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഓരോരുത്തരുടെയും റൂമിൻ്റെ കയ്യിൽ നടക്കുക. അപ്പം ഗൗതമിൻ്റെയും നന്ദയുടെയും റൂമിൻ്റെ അവിടെയാണ് ഒന്ന് ചുറ്റിക്കിറങ്ങുക, എന്തെങ്കിലും സംസാരം കേട്ട് കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യാൻ. അപ്പം ഇന്നലത്തെ ഇവരുടെ വിഷയമൊക്കെ തീർന്നു, ആരുടെയും അനക്കം ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ വരാം. ലക്ഷ്മി എന്തോ ധൃതിക്ക് അടുക്കളയിലേക്ക് കണ്ട് പോകാൻ വേണ്ടി പാഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പമ്മി നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കേൾക്കുന്ന ഈ ചിറ്റയ്ക്കിട്ട് ഒരൊറ്റ ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് പപ്പായ നിലത്തേക്ക് വീഴുകയും പെട്ടെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി ചോദിക്കുക എന്താ ഇത് കാണിക്കുന്നത്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾക്ക് കണ്ണൊന്നും ഇല്ല എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അപ്പോൾ ഞാനല്ല വന്നിടിച്ച ലക്ഷ്മിയല്ലേ വന്ന് എനിക്ക് ഇട്ടിടിച്ച് എന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം തമ്മിൽ പരസ്പരം ഇടിച്ചതിനെക്കുറിച്ച്. അതിനിടയിൽ പെട്ടെന്ന് ഇത് ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്ന് ലക്ഷ്മി പറയാം, നീ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക. ഞാനങ്ങനെയൊന്നുമല്ല, എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ ഈ കയ്യിരിക്കുന്ന പപ്പായ നിലത്ത് വീണു, അത് ഞാൻ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോഴാണ് ലക്ഷ്മി വന്ന് ഇടിച്ചതെന്ന് പറയാം. നീ അങ്ങനെ നുണയൊന്നും പറയില്ല, ഞാൻ വന്ന് ഇടിച്ചു കഴിഞ്ഞിട്ടല്ലേ ആ പപ്പായ നിലത്ത് വീണതെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ സമയത്ത് മോഹിനിയും അതിലേ വരുന്നുണ്ട് കേട്ടോ. അയ്യോ അതല്ല, അത് ആദ്യം ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു, അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എടുത്തോണ്ട് നിന്നപ്പോഴാണ് ലക്ഷ്മി വന്ന് ഇടിച്ചത്, അതിപ്പോൾ രണ്ടാമത് പോയതല്ലേ എന്നൊക്കെ ചോദിക്കുക. എനിക്കറിയാം, മനസ്സിലായി. ഇത് ഓരോരുത്തർ. അപ്പം മോഹിനി വന്നിരിക്കുക, എന്താ ഇടത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ റൂമിൻ്റെ വാതിൽക്കൽ കൂടെ ചെവി ഓർത്ത് ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറയാം. ഇത് അത്ര ശരിയാകുന്ന നടപടിയല്ലെന്ന് പറയാം. അപ്പം പെട്ടെന്ന് പ്രതികരിക്കുക കേട്ടോ, നമ്മുടെ ചിറ്റ പ്രതികരിക്കുക, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇന്നലെ എന്തോ പൗത്രനെ അന്വേഷിച്ച് ആരോ വന്നെന്നോ എന്തോ അഭിഹിത ബന്ധമുണ്ടെന്നോ ഒക്കെ പറയുന്നത് കേട്ട്, അതൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഇപ്പം മനസ്സിലായല്ലോ, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേട്ട് ഇങ്ങനെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് നടക്കുക.
എന്നിട്ടാണ് പറയുന്നത് ഞാൻ പപ്പായ എടുത്ത് പറിക്കാൻ വന്നപ്പോൾ ഇടിച്ചതാണ് എന്നൊക്കെയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്നും പറഞ്ഞ് ഞാനിവിടെ പപ്പായ പറിക്കാൻ പോയെന്നും പറഞ്ഞ് എൻ്റെ ചെവിയൊന്നും കേൾവിക്കുറവൊന്നുമില്ലോ, ഇങ്ങനെ പറഞ്ഞു കേട്ടതാ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനി അങ്ങനെ ഇവിടെ പറയുന്നതൊന്നും കേൾക്കണ്ട, ഇതൊരു വേറൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന പോലെ തന്നെ ഇവിടെ ജീവിച്ചാൽ മതി കേട്ടോ, അങ്ങനെ അവിടെ ഇവിടെയും പറയുന്നതൊന്നും കേട്ട് ജീവിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് മോഹിനി ഈ ചിറ്റയെ ഒന്ന് ഉപദേശിക്കുകയും ഒരു വാണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം അവരങ്ങ് പിരിഞ്ഞുപോയി. പിന്നീട് കാണുന്നത് പിങ്കി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഈ ഗൗതമൻ്റെ കുഞ്ഞ് വയറ്റി കിടക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഈ ചിറ്റ കയറി വരിക. അപ്പോൾ പെട്ടെന്ന് ചിറ്റി ഈ കാര്യം പിങ്കിയോട് പറയൂട്ടോ, ഈ താഴെ നടന്ന സംഭവങ്ങളും തന്നെ കുറ്റം പറയുകയാണ്. ഞാൻ അതിലെ വന്നപ്പോൾ പപ്പായ നിലത്ത് വീണു, പരസ്പരം ഇടിച്ചപ്പോൾ പപ്പായ നിലത്ത് വീണു, അതിന് ഞാൻ ഇവിടുത്തെ ആളുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി നടക്കുകയാണെന്നും പറഞ്ഞ് ലക്ഷ്മി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് പിങ്കി ചോദിക്കും, ഇതെൻ്റെ പപ്പായ എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഈ തൊടിക്കട ചുമ്മാ നടക്കാൻ പോയപ്പോൾ അവിടെ പഴുത്ത് നിൽക്കുന്നതാണ്, അത് പറിച്ചുകൊണ്ടെങ്കിൽ വന്നതാണ് എന്ന് പറയാണ്. അപ്പം പോക്കിത് ഇഷ്ടമാണെന്ന് ചോദിക്കും. പിന്നല്ലേ അത് നമ്മൾ ഈ അവസ്ഥയിരിക്കുന്ന ആൾക്കാർക്ക് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുമോ ആൻറ്റി എന്ന് ചിറ്റയെന്ന് ചോദിക്കുക. അപ്പം പിന്നെ ഈ പപ്പായക്കൊരു കുഴപ്പമുണ്ട്, അറിയാമോ എന്ന് ചോദിക്കും. ഇല്ല, ഈ പപ്പായ ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കാൻ പാടില്ല എന്നാണ്, അങ്ങനെ കഴിച്ചാൽ അബോഷനായി പോകുമെന്നാണ് പറച്ചിൽ. അപ്പോൾ പെട്ടെന്ന് പിങ്കി ഞെട്ടുകയാണ്. അപ്പോൾ ചിറ്റയുടെ ഉദ്ദേശം എന്നാ, എന്നെ കൊണ്ട് ഇത് കഴിപ്പിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമല്ല, ഈ പപ്പായ വെച്ചൊരു വിദ്യയുണ്ട്, ഒരു മാജിക്കുണ്ട്, അത് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഇത് പറിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും. എന്ത് മാജിക്ക് എന്ന് പറഞ്ഞ് പിങ്കി ചോദിക്കുക. അപ്പോൾ ഈ രഹസ്യത്തിൽ ഈ ചിറ്റ ഇത് കാര്യങ്ങൾ പറയുന്നുണ്ടോ, എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കുവാൻ, ഗൗതമിനെ കൂടുതൽ പിങ്കിയിലേക്ക് അടുപ്പിക്കുവാനുള്ളൊരു തന്ത്രം മെനഞ്ഞു കൊടുക്കുന്ന ചിറ്റയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ പറയാണ്, നമുക്ക് മസാല ദോശ തിന്നാൻ താല്പര്യമുണ്ടോ, ആഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അതെ, ഈ സമയത്തൊക്കെ അതൊക്കെ കഴിക്കാൻ തോന്നിയല്ലേ, എന്നാലൊരു കാര്യം ഈ പപ്പായ വെച്ച് ആ വിദ്യ നമുക്ക് പ്രയോഗിക്കാമെന്ന് പറയുകയും അങ്ങനെ പെട്ടെന്ന് നീ ഗൗതമിനെ വിളിക്കാൻ പറയാം. എന്തിന്? ഗൗതമിനെ വിളിച്ചിട്ട് എനിക്ക് ഇപ്പം മസാല ദോശ കഴിക്കണം, എനിക്ക് എന്നെ ആഗ്രഹമാണ്, മേടിച്ചുകൊണ്ട് വരാൻ വിളിക്കാൻ പറയാം. അപ്പം പെട്ടെന്ന് പിങ്ങി പറയും, ഗൗതം അതിന് നിൽക്കുകയില്ല എന്ന് പറയാം. നിൽക്കണം, അതിനു വേണ്ടിയാണ് ഈ പപ്പായ ഉപയോഗിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് പിങ്കി ഗൗതമിനെ വിളിക്കും. ഗൗതം എന്തോ തലവേദന, ഇനി അടുത്തോ എന്തോ പാരയ്ക്ക് വേണ്ടിയാ അവൾ വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഇങ്ങനെ കാറിൽ ഇരുന്ന് പറയുമല്ലോ. ഹലോ എന്തോ ഗൗതം വിളിക്കുക. ഗൗതം എവിടെയാ? ഞാൻ ജോലിയിലാണ് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് എന്താ കാര്യം എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാം, ഞാൻ അല്പം തിരക്കാണ്, പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. എനിക്ക് ഇവിടെ തിരക്കുണ്ട്, ഞാനിവിടെ ഡ്യൂട്ടിയിലാണെന്ന് പറയാം. അപ്പോൾ ഗൗതം ചോദിക്കും, എന്ത് ഡ്യൂട്ടി? ഗൗതം എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നല്ലോ, ഗൗതമിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നത്. ആ ഒരു ഡ്യൂട്ടിയിലാണ് ഞാൻ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും തിരക്കിലാണ്. എന്താ കാര്യം പറയാൻ. എനിക്കിപ്പോൾ ഒരു മസാല ദോശ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടുകയാണ്. അത് ഞാൻ ഇപ്പം നല്ല തിരക്കിലാണ് പിങ്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ പിങ്കി പറയും, അത് സാരമില്ല, ഇത് ഗൗതമിൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ കുഞ്ഞിനാണ് അതിൻ്റെ വിഷമം ഉണ്ടാകുന്നത്. ഗൗതം ഒരു ചൂട് മസാല ദോശ മേടിച്ചുകൊണ്ട് വരാൻ പറയുകയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നീട് വിളിക്കാതിരിക്കാൻ വേണ്ടി ഈ ചിറ്റയുടെ നിർദ്ദേശപ്രകാരം ഫോണും സ്വിച്ച് ഓഫ് ആയി. എന്തായാലും ഗൗതമന് ആകെ ധർമ്മസങ്കടത്തിലായിപ്പോയി. ഇത് കൊടുക്കാൻ പറ്റുമോ? വലിയ ധർമ്മസങ്കടത്തിലിരിക്കുന്ന ഗൗതം ഒടുവിൽ ഈ പാഴ്സലും മേടിച്ചുകൊണ്ട് വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് പിങ്കി ഇങ്ങനെ ചിന്തിച്ച് ഓരോ കാര്യങ്ങളിരിക്കുമ്പോൾ ഈ പപ്പായ ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഈ ഗൗതം വരുമ്പോഴത്തേക്ക് ഗൗതം ഈ മസാല ദോശ തനിക്ക് വായിൽ വെച്ച് തന്നില്ലെങ്കിൽ ഈ പപ്പായ ജ്യൂസ് കഴിക്കും, അങ്ങനെ പ്രശ്നമാകും, കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പ്രശ്നമാകും എന്നൊക്കെ ഒരു വിഷയമുണ്ടാക്കാൻ അങ്ങനെ ഗൗതമിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ മസാല ദോശ വായിൽ വെച്ച് കുടിക്കണമോ അതിനുവേണ്ടിയുള്ള ആഞ്ഞ തന്ത്രമാണ്
പിങ്കിയും ചിറ്റയും ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഒടുവിൽ പിങ്കി ഇങ്ങനെ വെളിയിൽ ഹാളിലിരിക്കുക. അന്നേരത്ത് ഗൗതം വരികയാണ്. ഗൗതം ഈ മസാല ദോശയും മേടിച്ചുകൊണ്ട് വരിക. പെട്ടെന്ന് ചിറ്റയെന്ന് പറയാം ഗൗതം വരുന്നുണ്ട്. പെട്ടെന്ന് ഈ പപ്പായ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുന്ന പോലെയൊക്കെ കാണിക്കാൻ പറയുകയും അങ്ങനെ ഒരു നാടകം അവിടെ കളിക്കുക കേട്ടോ. അപ്പോൾ ഗൗതം പെട്ടെന്ന് കയറി വരിക. ഗൗതം ജോലി തിരക്കായെന്ന് പറഞ്ഞിട്ട് പിങ്കി ഇവിടെ മസാല ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചിറ്റ വരികയാണ്. ചിറ്റ പറയുമ്പോൾ ഗൗതം വന്ന ഒന്നും അറിയാത്ത രീതിയിൽ വരുമായിരുന്നു വന്നോ എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. പിങ്കി മസാല ദോശ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുക. ഈ കൊച്ചിനെ കൊണ്ട് തോറ്റ്. ഈ കൊച്ച് ഗൗതം പിങ്കിയോടായിട്ട് പറയും ഗൗതമിന് ഒരുപാട് ജോലി തിരക്കുള്ള അല്ലേ, അതിനിടയ്ക്ക് ഈ മസാല ദോശയ്ക്ക് മേടിപ്പിക്കാമോ, എന്താ മോളെ നീ ഇങ്ങനെ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് അതേ നാക്കുകൊണ്ട് തന്നെ ഈ ചിറ്റ പറയുകയാണ് ഇവളല്ലെങ്കിൽ നേരത്തെ ഉള്ളതേ ഒരു പിടിവാശിയാണ്. പിന്നെ അവളുടെ പിടിവാശിയല്ല, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ചില പിടിവാശികൾ നടത്തും, അതാ ഈ അമ്മമാർ പ്രകടമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ തന്ത്രപരമായി ചില നീക്കങ്ങൾ നടത്തുന്നതാണ് എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് ഗൗതം ഇരിക്കുമ്പോൾ അയ്യോ മോളെ, ഗൗതം അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ചിറ്റ ചോദിക്കുക മോൾ ഇതെന്നായി കാണിക്കുന്നതെന്ന് ചോദിക്കും. ഇതെന്ന് ചോദിക്കും. ഇത് പപ്പായ അല്ലെങ്കിൽ കപ്പടങ്ങ എന്നൊക്കെ പറയും. ഇതെന്തിനാണ് ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അല്ല ഗൗതം ഈ മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഒരു പപ്പായ ജ്യൂസ് എടുത്ത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞതായിരുന്നു, അതിനുവേണ്ടി റെഡി ആകുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഒന്നും അറിയാത്ത രീതിയിൽ ചിറ്റ മോളെ നീ എന്താ അബദ്ധമാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക. ഈ സാധനം ഗർഭിണികൾ കഴിക്കുന്ന സാധനമാണോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബോഷനായി പോയല്ലേ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് അന്നേരമാണ് ഗൗതമും ഞെട്ടുന്നത്. പെട്ടെന്ന് ഞെട്ടിപ്പോവുക ഗൗതവും. അപ്പം പെട്ടെന്ന് പിങ്കി പറയും അങ്ങനെയൊന്നും ഇല്ല ചിറ്റയെന്ന് പറയാം. ആര് പറഞ്ഞു ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വയറ്റിൽ അബോഷനായി പോവുകയും അത് വലിയ പ്രശ്നമാകുകയും ചെയ്യുമെന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ഗൗതം ചോദിക്കുക ഇതെന്താ പിങ്കി കാണിക്കുന്നതെന്ന് ചോദിക്കുക. ഇതൊക്കെ ചുമ്മാ പറയുന്ന ഗൗതം എന്ന് പിങ്കിയും പറയാം. അല്ല ഇത് ശരിയായിരിക്കും എന്ന് പറയുകയും എന്നാൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് വിശന്നിട്ടാണ് ഞാൻ ഈ മസാല ദോശ ചോദിച്ചത്, ഗൗതം മേടിച്ചുകൊണ്ട് വരികയല്ല എന്ന് കരുതി ഞാനിത് കഴിക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഞാനിത് മാറ്റി വെക്കാം. പക്ഷേങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഗൗതം എനിക്ക് ഈ മസാല ദോശ ഓരോ പീസാക്കിയെടുത്ത് എൻ്റെ വായിൽ വെച്ച് തരണം. എൻ്റെ ആഗ്രഹമല്ലട്ടോ, കുഞ്ഞിൻ്റെ ആഗ്രഹമാണ്, അത് ഞാൻ പ്രകടമാക്കുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ ഈ പപ്പായ ജ്യൂസ് കഴിച്ചോളാം എന്ന് പറയുക. ഈ പപ്പായ ജ്യൂസ് കഴിച്ച് ഞാൻ വശപ്പടക്കോളാം, അതുകൊണ്ട് ഗൗതം ഇത് മുറിച്ച് എൻ്റെ വായിൽ വെച്ച് തരണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തെയും ചിറ്റയും പറയുകയാണ് ഗൗതം ചെയ്തു കൊടുക്കുക, കുഞ്ഞിൻ്റെ ആഗ്രഹമായിരിക്കും, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചൊന്നും കാര്യമില്ല, വെച്ച് കൊടുക്കുക, അതിനിപ്പോൾ എന്നാ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് അന്നൊരു കാര്യം ചെയ്യും, ചിറ്റം ഇത് മുറിച്ച് വായി വെച്ച് കൊടുക്കാൻ പറയും. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്, ഗൗതം തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നൈസായിട്ട് ഈ ചിറ്റയും അവിടെ നിന്ന് പിന്മാറുകയാണോ. അത് കഴിഞ്ഞ് ഗൗതം നിർബന്ധിതനാകുകയാണ് ഈ പിങ്കിയുടെ വാക്കുകൾ കേൾക്കാൻ. അങ്ങനെ പിങ്കിയോട് പറയുകയാണ് ഞാൻ ചെയ്തു തരാം എന്ന് ദയനീയ അവസ്ഥയിൽ പറയുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തിൽ തൻ്റെ കാര്യം വിജയിച്ചു എന്ന രീതിയിൽ പിങ്കി കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ പെട്ടെന്ന് ഈ പപ്പായ എടുത്ത് മാറ്റിയിട്ട് ഈ മസാല ദോശ നുറുക്കി വായിൽ വെച്ച് കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. അതിനുശേഷം ഈ ചിറ്റ അങ്ങ് വെളിയിലേക്ക് പോകുമ്പോൾ നന്ദ ഇങ്ങനെ ഒരു വളരെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. വളരെ വിഷമത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ചിറ്റ നോക്കും, നന്ദമോൾ ഇവിടെ നന്ദയുടെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. ഞാൻ കിച്ചണിൽ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അമ്മ മാത്രമേ അല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്, അപ്പോൾ അമ്മേനെ ഒന്ന് സഹായിക്കാമെന്നോർത്തായിരുന്നു എന്ന് പറയണം. അതാണ് ഇപ്പോൾ വലിയ കാര്യം എന്ന് ചോദിക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് നന്ദ ചോദിക്കുക എന്താ കിച്ചണിലെ ജോലി അത്രയ്ക്ക് മോശമാണോ, കിച്ചണിൽ ജോലി ചെയ്താലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അത് മോശമായിട്ടാണോ കാണുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ചിറ്റ പറയുക അതൊന്നും അല്ല നന്ദേ, നന്ദയ്ക്ക് ഇപ്പോൾ ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിക്കുകയാണ്. ആ ഡ്യൂട്ടി നന്ദ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ പെട്ടെന്ന്. അതായത് നന്ദയുടെ ഡ്യൂട്ടി ഇതൊന്നുമല്ല, പിങ്കിയെ കെയർ ചെയ്യുക, അതിനല്ലെങ്കിൽ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കുക, അതിനും കൂടെ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുകയും അങ്ങനെ നന്ദയെ അവിടെ നിന്ന് ഓടിച്ച് പെട്ടെന്ന് തന്നെ പിങ്കിയുടെ മുറിയിലേക്ക് പറഞ്ഞു വിടുവാൻ ശ്രമിക്കുന്ന വലിയ തന്ത്രപരമാകുന്ന നീക്കമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്. അങ്ങനെ നന്ദ അവിടുന്ന് പെട്ടെന്ന് പിങ്കിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഗൗതം ഈ മസാല ദോശ വായിൽ വെച്ച് കൊടുക്കുന്ന കാണുകയും അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുകയും ചെയ്യണം. അങ്ങനെ നന്ദ മനസ്സ് തകർന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അവസാന ഫൈറ്റാണ് ഈ നടത്തുവാൻ പോകുന്നത്. അങ്ങനെ നന്ദയോട് പറയുകയാണ് മോക്ക് ഇതാണോ ഡ്യൂട്ടി, മോളുടെ ജോലി ഇതാണോ,
മോളുടെ ജോലി ഇതൊന്നും അല്ല എന്ന് പറയുക. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ഈ നന്ദ ഇത് പോയി കാണുവാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയുന്നൊരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.